ലളിത അസംബ്ലിയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി പ്രാർത്ഥന അവതരിപ്പിക്കുന്നത് രുദ്ര, അക്ഷിത, നക്ഷത്ര, അനുശ്രീ, അഞ്ജലി. ഞങ്ങൾ ഭൂമിതൻ സ്പന്ദനമായി വിളങ്ങുന്ന ഗണിതമേ നിന്നെ തൊഴുന്നു ഞങ്ങൾ. അറിവിൻ വെളിച്ചം പകർന്നു നീ ഞങ്ങൾക്ക് വഴികാട്ടിയായെന്നും മാറിയിടണേ. അറിവിൻ വെളിച്ചം പകർന്നു നീ ഞങ്ങൾക്ക് വഴികാട്ടിയായെന്നും മാറിയിടണേ. സ്പന്ദനമായി വിളങ്ങുന്ന ഗണിതമേ നിന്നെ തൊഴുന്നു ഞങ്ങൾ. അറിവിൻ വെളിച്ചം പകർന്നു നീ ഞങ്ങൾക്ക് വഴികാട്ടിയായെന്നും മാറിയിടണേ. സംഖ്യകൾ, രൂപങ്ങൾ, ചിഹ്നങ്ങൾ കൊണ്ടു നീ വലിയൊരു ലോകം പണിതുയർത്തി. സംഖ്യകൾ, രൂപങ്ങൾ, ചിഹ്നങ്ങൾ കൊണ്ടു നീ വലിയൊരു ലോകം പണിതുയർത്തി. അറിയാദിനങ്ങളെ നിത്യം നയിക്കുന്ന ദിനങ്ങളെ നിത്യം നയിക്കുന്ന ഗണിതമേ നിന്നെ നമിച്ചിടുന്നു. ഗണിതമേ നിന്നെ നമിച്ചിടുന്നു. ഭൂമിതൻ സ്പന്ദനമായി വിളങ്ങുന്ന ഗണിതമേ നിന്നെ തൊഴുന്നു ഞങ്ങൾ. അറിവിൻ വെളിച്ചം പകർന്നു നീ ഞങ്ങൾക്ക് വഴികാട്ടിയായെന്നും മാറിയിടണേ. നിന്നുയർച്ചയ്ക്കായി ഏറെ പ്രയത്നിച്ച ഗുരുതുല്യരെ ഞങ്ങൾ വന്ദിക്കുന്നു. നിന്നുയർച്ചയ്ക്കായി ഏറെ പ്രയത്നിച്ച ഗുരുതുല്യരെ ഞങ്ങൾ വന്ദിക്കുന്നു. എന്നും മനസ്സിൽ കുടിയിരിപ്പാനായി എന്നും മനസ്സിൽ കുടിയിരിപ്പാനായി ബുദ്ധിയും ശക്തിയും നൽകിയിടണേ. ബുദ്ധിയും ശക്തിയും നൽകിയിടണേ. ഭൂമിതൻ സ്പന്ദനമായി വിളങ്ങുന്ന ഗണിതമേ നിന്നെ തൊഴുന്നു ഞങ്ങൾ. അറിവിൻ വെളിച്ചം പകർന്നു നീ ഞങ്ങൾക്ക് വഴികാട്ടിയായെന്നും മാറിയിടണേ. വഴികാട്ടിയായെന്നും മാറിയിടണേ. വഴികാട്ടിയായെന്നും മാറിയിടണേ. ലളിത അസംബ്ലിയെ കുറിച്ച് അഭിപ്രായം പങ്കുവയ്ക്കുവാൻ ബഹുമാനിയായ പ്രധാന അധ്യാപിക ശ്രീമതി ധനലക്ഷ്മി ടീച്ചറെ ശ്രമിച്ചു. എല്ലാ കുട്ടികളും നന്നായിട്ട് അവതരിപ്പിച്ചു അല്ലേ? ഓരോന്നും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. നമ്മൾ കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി എല്ലാത്തിലും ഗണിതമുണ്ട് അല്ലേ? നമ്മളിൽ തന്നെ ഗണിതമുണ്ട്. എവിടെ ഉണ്ട്? കണ്ണിന്റെ കൃഷ്ണമണി പറഞ്ഞല്ലോ. അതിൽ എന്തുണ്ട്? വൃത്തമുണ്ട്. അവിടെ തുടങ്ങി ഗണിതം. അപ്പൊ നമ്മൾ കാണുന്ന ചുറ്റുപാട് നോക്കൂ. ഇപ്പൊ ഇവിടെ ക്ലാസ് റൂമില് മേശ, ചതുരം, ഡെസ്ക്, ബെഞ്ച്, ഈ ക്ലാസ് റൂമിന്റെ മേൽക്കൂര, ബോർഡ്, നമ്മള് വെക്കുന്ന പൊട്ട് അല്ലെ? ത്രികോണത്തിലുള്ള പൊട്ടുണ്ടാവാം, വട്ടത്തിലുള്ള പൊട്ടുണ്ടാവാം. അതിലൊക്കെ തന്നെ എന്തുണ്ട്? ഗണിതം. ഒരു പെൻസിൽ എടുത്താൽ അല്ലെങ്കിൽ ഒരു പേന എടുത്താൽ നിങ്ങൾ അതിനിങ്ങനെ ചെത്തി റൗണ്ടാക്കുമ്പോൾ എങ്ങനെയുണ്ട്? അത് മുഴുവനും ഓരോ വൃത്തങ്ങളാണ് കിട്ടുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു കണക്ക്, ഒരു ഗണിതം ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ രാവിലെ എണീക്കണു, അപ്പം മുതൽ അതിന്റെ സമയം നോക്കിയാൽ അവിടെയും ഗണിതമാണ്. ഓരോരുത്തരും എത്ര മണിക്ക് എണീക്കുന്നു, ഓരോ കാര്യങ്ങൾ ഏത് സമയത്ത് ചെയ്യുന്നു, ചായ കുടിക്കുന്ന സമയം, ഭക്ഷണം കഴിക്കുന്ന സമയം, സ്കൂളിലേക്ക് വരുന്ന സമയം, പിന്നെ സ്കൂളിൽ വന്നു കഴിഞ്ഞാല് ഓരോ പീരീഡ് അതിന് സമയമുണ്ട്, ഉച്ചക്കുള്ള ബ്രേക്ക്, അത് കഴിഞ്ഞ് സ്കൂൾ വിട്ട് പോകാൻ. അങ്ങനെ നമ്മുടെ ജീവിതചര്യയിൽ എല്ലാവരുടെയും എന്തുണ്ട്? ഗണിതമുണ്ട്. ഗണിതം മാത്രമല്ല എല്ലാ കാര്യങ്ങളും. അതിൽ ഗണിതത്തിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്തത് എല്ലാ കുട്ടികളും ഇതിൽ പങ്കാളികളാവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്നാലും കുറേയൊക്കെ പേര് പങ്കെടുക്കും അല്ലേ? പക്ഷെ ഇതിൽ വരയ്ക്കാനൊക്കെ എല്ലാവരും കൂടിയിട്ടുണ്ടാവില്ലേ?
ഇപ്പൊ ഈ സ്കിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു. ബാക്കി ഈ ഇരിക്കുന്ന കുട്ടികളൊക്കെ വരയ്ക്കലും അങ്ങനെയെല്ലാം ചെയ്തിട്ടില്ലേ? ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ? ചെയ്തിട്ടില്ലേ? എല്ലാ കുട്ടികളും ടീച്ചർ കുറെ പതിപ്പുണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ ചെയ്തു. അതാണ്. അപ്പൊ എല്ലാവരും പങ്കാളികളാണ്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഒന്നുകൂടെ പറയുകയാണ്, നമ്മൾ പഠിക്കാൻ വേണ്ടി ഇപ്പൊ ഇന്നത്തെ ഒരു ഇതിന് വേണ്ടിയല്ല നമ്മൾ ചെയ്യേണ്ടത്. എല്ലാ സമയവും എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക. അപ്പൊ ആശംസകളെല്ലാം അഭിപ്രായം പറയാനാണ് ടീച്ചർ പറഞ്ഞത് അല്ലേ? അല്ല, ആശംസ അപ്പോൾ വളരെ നന്നായിട്ട് ചെയ്തു. ഇനിയും ഇനിയും ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തത് ആശംസ അർപ്പിക്കാനായി ശാന്ത ടീച്ചറെ ക്ഷണിക്കുന്നു. കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ വിശദമായി പറഞ്ഞു അല്ലെ. സമയം തെറ്റിയാൽ എല്ലാം തെറ്റും അല്ലെ. ഇപ്പൊ കണക്കുകൂട്ടൽ പഴിച്ചു പോയി എന്ന് പറയും. എന്തെങ്കിലും കാര്യങ്ങള് പിന്നെ മോശമായി കഴിഞ്ഞാൽ നമ്മുടെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിപ്പോയി എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഗണിതമില്ലാതെ നമ്മുടെ ജീവിതം ഇല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്തത് ഗണിത പ്രതിജ്ഞ എടുക്കാം. നമുക്ക് വേണ്ടി ഗണിത പ്രതിജ്ഞ ചൊല്ലിത്തരുന്നത് കൃതിക. ഗണിത പ്രതിജ്ഞ. ഗണിത പ്രതിജ്ഞ. ഗണിതം എന്റെ ആത്മാവാണ്. ഗണിതം എന്റെ ആത്മാവാണ്. എല്ലാ വിഷയങ്ങളെയും ഞാൻ സ്നേഹിക്കുന്നു. സമ്പൂർണ്ണവും വൈവിധ്യപൂർണവുമായ ഗണിത പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ അധ്യാപകരെയും ഭാരതീയ ഗണിതശാസ്ത്രജ്ഞന്മാരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. ഞാൻ ഗണിതത്തിന്റെ സമ്പൂർണ്ണമായ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിക്കും. ഞാൻ ഗണിതശാസ്ത്രത്തിന്റെ വൈവിധ്യത്തിലും സൗന്ദര്യത്തിലും അഭിമാനം കൊള്ളുന്നു. ജയ് ഗണിതം. അടുത്തത് ഗണിത ക്വിസ് അവതരിപ്പിക്കുന്നത് അനുഷ്ക. ദേശീയ ഗണിതശാസ്ത്ര ദിനം എന്നാണ്? ആർക്കെങ്കിലും അറിയോ? ഡിസംബർ 22. സംഖ്യകളുടെ പിതാവ് അറിയാർക്കെങ്കിലും അറിയില്ലെങ്കിൽ പറയേ. പൈതഗോറസ്. ഒരു ഡേയ്സിൽ എത്ര കുത്തുകളുണ്ട്? ഒരു ഡേയ്സിൽ എത്ര? 21. ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിന്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിന്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആര്? അടുത്തതായി ഗണിത ചിന്ത അവതരിപ്പിക്കുന്നത് പ്രജിഷ. നമസ്കാരം, എൻ്റെ പേര് പ്രജിഷ. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇതുവരെ പറയാൻ പോകുന്നത് ഗണിത ചിന്തകളാണ്. കഠിനാധ്വാനത്തിലൂടെ മാത്രമേ വിജയം നേടാനാവൂ. വലിയ സ്വപ്നാടകരുടെ വലിയ സ്വപ്നങ്ങൾ എപ്പോഴും വിജയത്തിലെത്തിയിട്ടുണ്ട്. സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഇല്ലാത്തത് കുറ്റമാണ്. സ്വപ്നം എന്നത് നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതല്ല, അത് നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാകണം. വിജയം ആസ്വാദകരമാക്കണമെങ്കിൽ പ്രയാസങ്ങൾ ആവശ്യമാണ്. കഷ്ടപ്പാടുകളും ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നയാളാണ് യഥാർത്ഥ നേതാവ്. കുറിച്ചുള്ള ഒരു ലഘു നാടകമാണ്
ചെറിയ പിണക്കം. എൻ്റെ പേര് അഞ്ജലി, ഞാൻ 6A-യിൽ പഠിക്കുന്നു. എൻ്റെ പേര് അനുശ്രീ, 6B-യിൽ പഠിക്കുന്നു. ഞങ്ങൾ ഇവിടെ നാടകം അവതരിപ്പിക്കുകയാണ്. ഞാൻ ത്രികോണം. ഞാൻ വൃത്തം. തലയില്ലാത്തവൻ. നിനക്കെന്താ ഇത്ര കഥ? നീ എന്താ വിളിച്ചത് തലയില്ലാത്തവൻ? വലിയ പത്രസൊന്നും കാട്ടില്ലേ? നിനക്ക് 3 തലയുണ്ട്, ശരിയല്ലേ? എനിക്ക് തലയില്ല. എനിക്ക് തലയില്ലെങ്കിൽ എന്താ? എനിക്ക് ഒന്നാന്തരം കേന്ദ്രമുണ്ടല്ലോ. ഓ, അതാണോ ഇത്ര വലിയ കാര്യം? നിന്നെ പോലെ ഒരു വശത്ത് പോകാനുള്ള സംവിധാനമൊന്നും ഞങ്ങൾക്കില്ല. ഒരു കോമ്പസ് ഉണ്ടെങ്കിൽ എന്റെ വൃത്ത കേന്ദ്രമാക്കി കുട്ടികൾ എന്റെ ചിത്രം വേഗത്തിൽ വരയ്ക്കും. അപ്പോൾ നീ വലിയ സുന്ദരിയാണെന്നാണോ നിന്റെ ഭാവം? എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നിനക്ക് വല്ല ബിന്ദുവെള്ളമുണ്ടോ? നിനക്കെന്താണ് ഇത്രയും വലിയ ബിന്ദുബലം? ഞങ്ങൾ എന്തെല്ലാം പല ത്രികോണങ്ങളാണത്? 3 വശവും തുല്യമായ സംയുക്തകോണം, എന്നാൽ 2 വശവും തുല്യമായ സംഭാഷകോണം, ഇനി 3 വ്യത്യസ്തമായ വിഷമുഖ കഴിഞ്ഞോ? ഇല്ല, ഒരു കോൺ 90 ഡിഗ്രി ആയാൽ മട്ടത്രികോണം എന്ന വേറെ വിഭാഗമുണ്ട് ഞങ്ങളുടെ ഇടയിൽ. ആട്ടെ, നിനക്കെന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഒരു കാര്യം മനസ്സിലായി, ഞങ്ങളെ കുറിച്ച് ഒന്നും നിങ്ങൾക്ക് അറിയില്ല. ത്രികോണത്തിന്റെ 3 വശം 2 വശങ്ങൾ കൂട്ടിയാൽ മൂന്നാമത്തെ വശത്തേക്കാൾ നീളമുണ്ടാവുകയും ചെയ്യും. 3 വശങ്ങൾ കൂട്ടിയാൽ 180 എന്ന സുന്ദരനായ സംഖ്യ കിട്ടുകയും ചെയ്യും. ഞങ്ങളുടെ ലോകം വിശാലമാണ്. ഒരു ബിന്ദുവിനെ കേന്ദ്രമാക്കി അനേകം വൃത്തങ്ങൾ വരയ്ക്കാം. അത്തരത്തിലുള്ള വൃത്തത്തിന്റെ പേരാണ് ഏകവൃത്തം. ഏകകേന്ദ്ര വൃത്തം. നിർത്തുന്നുണ്ടോ ഈ പുരാണ പറച്ചിൽ? ത്രികോണത്തിന്റെ 2 വശങ്ങൾ കൂട്ടിയാൽ മൂന്നാമത്തെ വശത്തേക്കാൾ നീളമുണ്ടാവുകയും ചെയ്യും. അങ്ങനെ എങ്ങനെ എത്രയെത്ര കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ എനിക്കും നിറയെ പറയാനുണ്ട്. പ്രകൃതിയിൽ എവിടെയും എന്റെ രൂപം കാണാം. സൂര്യനിൽ, ചന്ദ്രനിൽ, കൂടാതെ കണ്ണിലെ കൃഷ്ണമണിയിൽ പോലും. അങ്ങനെ പലതരം. നന്ദി, നമസ്കാരം. खोलो दरवाजे पर्दे करो किनारे, खूटे से बंदी है हवा मिल के छुड़ाओ सारे। आ जाओ पतंग लेके अपने ही रंग लेके, आसमां का शामियाना आज हमें है सजाना। क्यों इस कदर हैरान तू, मौसम का है मेहमान तू। ओ दुनिया सजी तेरे लिए, खुद को जरा पहचान तू। तू धूप है झम से बिखर, तू है नदी ओ बेखबर, बह चल कहीं उड़ चल कहीं, दिल खुश जहां तेरी तो मंजिल है वही। क्यों इस कदर हैरान तू, मौसम का है मेहमान तू। बासी जिंदगी उदासी ताजी, हंसने को राजी, गर्मा गर्म सारी अभी अभी है उतारी। जिंदगी तो है बताशा, मीठी मीठी सी है आशा, चक ले रख ले हथेली से ढक ले इसे। तुझ में अगर प्यास है, बारिश का घर भी पास है। रोके तुझे कोई क्यों भला, संग संग तेरे आकाश है। तू धूप है झम से बिखर, तू है नदी ओ बेखबर,
खुल गया आसमां का रास्ता देखो खुल गया, मिल गया खो गया था जो सितारा, मिल गया मिल गया। रोशन हुई सारी जमीन, जगमग हुआ सारा जहां, उड़ने को तू आजाद है, बंधन को ही अब है कहाँ।